ഡോക്ടർ വർഗീസ് ജോർജ് നമ്മളൊരു 3 മാസം മുമ്പ് ബീഹാറിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ അവിടെ ഭരണവിരുദ്ധ വികാരം, ആന്റി ഇൻകംബൻസി അതിന്റെ വേരുകളിൽ പോലും ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, വോട്ടർ അധികാർ യാത്ര നടത്തിയ സമയത്തുണ്ടായിട്ടുള്ള ഒരോളം. പക്ഷേ ആ കടുത്ത ഭരണവിരുദ്ധ വികാരത്തെ കഴിഞ്ഞ 3 മാസം കൊണ്ട് നിതീഷ് കുമാറിന് ഓവർകം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കരുതണോ? ഇപ്പോൾ വരുന്ന എക്സിറ്റ് പോളുകൾ അതിന്റെ സൂചന നൽകുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒപ്പം 20 കൊല്ലം നിതീഷ് കുമാറിന്റെ ഭരണമായിരുന്നു. പഴയ കാലത്തേക്കുള്ള തിരിച്ചുപോക്ക്, ജംഗിൾ രാജ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ എതിരാളികൾ നടത്തിയിട്ടുള്ള ക്യാമ്പയിനും നിതീഷിന് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അഭിലാഷേ, ഡോക്ടർ ഗോവാർ പറഞ്ഞ പോലെ എക്സിറ്റ് പോളുകൾ NDA സഖ്യത്തിന് അനുകൂലമാണ്. പക്ഷേ ഈ എക്സിറ്റ് പോളുകളിലുള്ളൊരു ഫെയ്ത്ത് പഴയതുപോലെ ഇല്ല. പക്ഷേ പ്രത്യേകിച്ച് നാളെ വോട്ടെണ്ണൽ ആരംഭിക്കുന്ന സ്ഥിതിക്ക് ഇന്ന് രാത്രി പല കാര്യങ്ങളും പറയുന്നതിൽ സന്ദേഹമുണ്ട്. പക്ഷേ എക്സിറ്റ് പോളുകൾക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ്റെ സമയത്ത് മിക്ക എക്സിറ്റ് പോളുകളും BJP NDA അലയൻസിന് 400-ൽ കൂടുതൽ സീറ്റുകളാണ് പ്രവചിച്ചിരുന്നത്. 380 തൊട്ടുള്ള സീറ്റുകളാണ് പ്രവചിച്ചിരുന്നത്. അതെല്ലാം പരാജയപ്പെട്ടു പോയി. ആ എക്സിറ്റ് പോളിൻ്റെ തലവൻ ആക്സിസ് മൈ ഇന്ത്യയുടെ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം TV-ലിരുന്ന് പൊട്ടിക്കരയുകയാണ് പരാജയപ്പെട്ടില്ല. പക്ഷേ പ്രദീപ് ഗുപ്ത, പക്ഷേ ബീഹാറിലെ ലോക്കൽ ചാനലുകൾ, പ്രാദേശിക ചാനലുകൾ നടത്തിയ ധാരാളം എക്സിറ്റ് പോളുകൾ ഞാൻ കാണുകയുണ്ടായി. അവരെല്ലാവരും മഹാഗഠബന്ധന് ഒരു സാധ്യത പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് എക്സിറ്റ് പോളുകളെ ആശ്രയിച്ചുള്ള ഡേറ്റ പൂർണ്ണമായിട്ടും ഗവർണർ സാർ സ്വീകരിച്ചെങ്കിൽ അത് പൂർണ്ണമായിട്ടും ശരിയാണോ എന്നെനിക്കറിയത്തില്ല. രണ്ടാമത് ഇവിടെ ചോദിച്ചത് ഹൈ സർജ് ഇൻ പോളിംഗ് എന്നുള്ളതാണ്. പോളിംഗ് വന്ന വർധനവ് 69% രണ്ടാമത്തെ ഘട്ടത്തിലും ആദ്യത്തെ ഘട്ടത്തിൽ 65% വന്നിട്ടുണ്ട്. അപ്പോൾ ബീഹാറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം കാണുന്നത് എപ്പോഴെങ്കിലും ഒരു 5% കൂടുതൽ തലേ തവണത്തേക്കാൾ വോട്ടിംഗ് പെർസെൻറ്റ് കൂടിയാൽ അവിടെ ചേഞ്ച് ഓഫ് ഗവൺമെൻറ്റാണ് നമ്മൾ കാണുന്നത്. 67, 80 എല്ലാം ഒരു 5% കൂടുതൽ വോട്ടിംഗ് കൂടിയാൽ എപ്പോഴും ചേഞ്ച് ഓഫ് ഗവൺമെൻറ് മാറ്റം കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്നുണ്ടായിരിക്കുന്ന ഈ മാസീവായിട്ടുള്ള മൊബിലൈസേഷൻ ഒരു പക്ഷേ നിലവിലുള്ള ഗവൺമെൻറ്റിന് എതിരായിട്ട് കൂടിയാണോ എന്നുള്ള ഒരു സന്ദേഹം. അങ്ങനെ ഒരു അവലോകനം പ്രസക്തമാണ്. പക്ഷേ ഡോക്ടർ വർഗീസ് ജോർജ്, ഈ സ്ത്രീകളുടെ വോട്ടിംഗ് പെർസെന്റേജിൽ വന്നിട്ടുള്ള വലിയ സർജ് ഉണ്ടല്ലോ. ഇപ്പൊ നോക്കൂ, ഇപ്പോൾ 77-ൽ JP മൂവ്മെന്റ് തുടങ്ങിയത് ബീഹാറിലാണല്ലോ. അതിനുശേഷം ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പ്, 77-ലെ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളെ അപേക്ഷിച്ച് 23.17% പുരുഷന്മാരുടെ വോട്ടിംഗ് ശതമാനത്തിലെ കൂടുതൽ. എന്ന് പറഞ്ഞാൽ അത്ര ഗ്യാപ്പ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇടയിൽ, സ്ത്രീ വോട്ടർമാരുടെയും പുരുഷ വോട്ടർമാരുടെ ഇടയിലുണ്ട്. പക്ഷേ 2005 മുതൽ വോട്ടർ ടേൺ ഔട്ടിൽ സ്ത്രീകൾ മുമ്പിലെത്തിയെന്ന് മാത്രമല്ല, ഇപ്പോൾ ആ ഗ്യാപ്പ് 8.8 ഉയർന്നിരിക്കുന്നു. 71.6, 71.6% സ്ത്രീകൾ ബീഹാറിൽ വോട്ട് ചെയ്തു എന്നുള്ളത് RJDയെ സംബന്ധിച്ച് നല്ല സൂചനയാണോ മോശം സൂചനയാണോ? അതൊരു വസ്തുതയാണ്. 28 ലക്ഷം കൂടുതൽ വനിതകൾ പുരുഷന്മാരെക്കാൾ വോട്ട് ചെയ്തു. പക്ഷേ ഓർക്കേണ്ട ഒരു വസ്തുത, ഈ സ്ത്രീകളുടെ സോഷ്യൽ പ്രൊഫൈൽ എന്താണ്? ആ സ്ത്രീകളും യാദവ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അപ്പോൾ ജെൻഡർ മാത്രമല്ല നമുക്കവിടെ കൺസിഡർ ചെയ്യാവുന്നത്. ഈ കൂടിയ വർധനവ് യാദവ മുസ്ലിം സ്ത്രീകളുടെ വർധനവാണ്. അവർ സാമ്പ്രദായികമായി വോട്ട് ചെയ്യുന്ന RJD പോലെയുള്ള വിഭാഗങ്ങളെ അത് ഒരു പക്ഷേ സഹായിച്ചെന്നും ഇരിക്കും. അങ്ങനെയും നമുക്കൊരു ആർഗ്യുമെൻ്റ് ഉന്നയിക്കാവുന്നതാണ്. മാത്രമല്ല, സ്ത്രീകളുടെ മാത്രം വോട്ട് കണക്കിലെടുത്ത് നമുക്ക് വിധി നിർണ്ണയിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ യുവാക്കളുടെ ഒരു വോട്ടുണ്ട്, ആസ്പിറേഷണൽ വോട്ട്സ് ഉണ്ട്. ഞങ്ങൾക്കൊരു മാറ്റം വേണം. കഴിഞ്ഞ 20 വർഷമായിട്ട് അവിടുത്തെ എല്ലാ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സും വളരെ തകർന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുജനാരോഗ്യം, റോഡുകൾ, ഇൻഫ്രാസ്ട്രക്ചർ. ഒരുപക്ഷെ ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളിൽ ഏറ്റവും സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് തകർന്ന ഒരു സ്റ്റേറ്റ് ഇപ്പോൾ ബീഹാറാണ്. അതുകൊണ്ട് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു മാറ്റം വേണമെന്നുണ്ട്. മാത്രമല്ല, മഹാഗഠബന്ധൻ്റെ ഒടുവിൽ വന്നപ്പോൾ അവർ മാനിഫെസ്റ്റോ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ഒരു വീട്ടിൽ എല്ലാവർക്കും സർക്കാർ ജോലി എന്നൊരു പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ യുവാക്കളുടെ ഒരു മാസീവായിട്ടുള്ള ഇൻഫ്ലക്സും ഈ വോട്ടിംഗ് പ്രതിഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും 2 തരത്തിലും അത് വ്യാഖ്യാനിക്കാം.